ഹായ് എവ്രി വൺ, വെൽക്കം ടു ദ സെമ്മി കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡോണറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റ് റെസിപ്പിയാണ്. വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, മൗൾഡൊന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമേ ഒരു ബൗളിൽ ഇളം ചൂട് പാല്, 1 കപ്പ് ഇളം ചൂട് പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് 3.5 ടേബിൾ സ്പൂണോളം ചേർക്കാം, മധുരത്തിനനുസരിച്ചിട്ട്. ഞാൻ വളരെ ലൈറ്റായിട്ടാണ് മധുരം യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 4 ഗ്രാം ഈസ്റ്റ്. 4 ഗ്രാം ഈസ്റ്റ് ഓൾമോസ്റ്റ് 1.5 ടീസ്പൂണോളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കുറച്ച് നേരം വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് 1 ഡ്രോപ്പ് ഓഫ് വനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 300 ഗ്രാം മൈദമാവ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ ബീറ്റർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് അത് കവർ ചെയ്ത് വെക്കാനുള്ളതാണ്. പതിനഞ്ച് മിനിറ്റിന് ശേഷം അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ, നന്നായിട്ട് മെൽറ്റ് ചെയ്ത ബട്ടർ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. ആ ഒരു മിക്സ് ചെയ്യുന്ന അതിലേക്ക് ആ മാവിൻ്റെ അകത്ത് ബട്ടർ നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് 1 മണിക്കൂറോളം നമ്മളത് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റായ ഡോണറ്റ്സിൻ്റെ ഇത് നമുക്ക് തയ്യാറായിട്ട് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതൊരു 12 ഡോണറ്റ്സിൻ്റെ ഇതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ഓരോരോ ബോളായിട്ട് ഷേപ്പ് ചെയ്ത് നമ്മളത് അതിനെയും കൂടി ഒരു 10-15 മിനിറ്റോളം കവർ ചെയ്ത് വെക്കണം. അപ്പം നല്ലതായിട്ട് ചെറുതായിട്ടൊന്ന് അകത്തോട്ട് തള്ളിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് അങ്ങനെ ഒരു 12ഓളം ഷേപ്പ് ഞാൻ ആക്കിയിട്ട് അതങ്ങ് കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റോളം കവർ ചെയ്യാം. ഈ കവർ ചെയ്ത ഡോണറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഓരോ ഷേപ്പിൽ ഡോണറ്റ്സ് കുറച്ച് ചെറുതായിട്ട്, എപ്പോഴും ഡോണറ്റ്സ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ അങ്ങ് പരത്താൻ പാടില്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഡോണറ്റ്സിൻ്റെ കട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വടയൊക്കെ ഹോൾസ് ഉണ്ടാക്കുന്ന പോലെ ഹോൾസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സാധാരണ ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനം കിട്ടണം, അത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തർ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച്. ഇതിനൊരു പ്രത്യേകിച്ചിട്ട് മൗൾഡൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ റൗണ്ട് ഉണ്ടാക്കി നടുവിൽ കട്ട് ചെയ്തും കൂടെ എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇവിടെ തയ്യാറായ 12 ഡോണറ്റ്സ് ഞാൻ ചെറുതായി ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് 15 മിനിറ്റോളം. അതിനുശേഷം നല്ല ചൂടുള്ള എണ്ണയിൽ ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ തീ വെച്ച് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോണറ്റ്സ് കരിഞ്ഞു പോകും, മാത്രമല്ല അകത്ത് വേവില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നല്ല ചൂടുള്ള എണ്ണയായിരിക്കും, ചെറിയ തീയിൽ അത് ഫ്രൈ ചെയ്ത് എല്ലായിടത്തും എണ്ണ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് 1 മണിക്കൂറിനകത്ത് നമുക്കൊരു ഡോണറ്റ്സ് തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചോക്ലേറ്റ്, നോർമൽ കുട്ടികളെ ചോക്ലേറ്റ്, ഗാലക്സി ചോക്ലേറ്റ് ആണെങ്കിൽ ആ ചോക്ലേറ്റ് ഒന്ന് മൈക്രോവേവിൽ മെൽറ്റ് ചെയ്ത് അതിലേക്ക് പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാണ്. പിന്നെ പഞ്ചസാര പൊടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് പോലെ പാലും മിക്സ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാം. അതിലേക്ക് സ്ട്രോബെറി എസൻസ് ചേർക്കുകയാണെങ്കിൽ സ്ട്രോബെറി ഫ്ലേവർ കിട്ടും.
അപ്പോൾ ഓരോ തരത്തിൽ നമുക്കത് ട്രൈ ചെയ്ത്. എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിട്ടില്ല, പിന്നെ അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല, ചോക്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും, മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. പഞ്ചസാര കുറക്കാണ് നമുക്ക് കൂടെ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അമർത്തുക. എന്നാലും പുതിയ റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.